അഞ്ചാമത് റെഡ് സീ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ജിദ്ദയിൽ തുടങ്ങി. ആദ്യ ദിനം തന്നെ ബോളിവുഡിന്റെ പ്രിയതാരം ഐശ്വര്യ റായ് ബച്ചൻ സിനിമാ പ്രേമികളുമായി സംവദിക്കാൻ വേദിയിലെത്തി. സിനിമാ ജീവിതത്തിലെ അനുഭവങ്ങളും കുടുംബ ബന്ധങ്ങളിലെ ഊഷ്മളതയും പങ്കുവച്ച താരം സ്ത്രീ ശാക്തീകരണത്തിന്റെ സന്ദേശമാണ് വേദിയിൽ പ്രധാനമായും ഉയർത്തിപ്പിടിച്ചത്. പ്രശസ്ത ചലച്ചിത്ര പ്രവർത്തകരുടെയും താരങ്ങളുടെയും സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു ജിദ്ദയിൽ നടക്കുന്ന അഞ്ചാമത് റെഡ് സീ ഫിലിം ഫെസ്റ്റിവലിന്റെ ആദ്യ ദിനം. ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായ ഐശ്വര്യ റായ് ബച്ചൻ ആദ്യ ദിനം തന്നെ വേദിയിലെത്തി. തികഞ്ഞ ഔദ്യോഗികത വെടിഞ്ഞ് ആരാധകരുമായി തുറന്ന സംവാദത്തിന് തയ്യാറായ ഐശ്വര്യ തന്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടുകളും പ്രൊഫഷണൽ യാത്രയും വൈകാരികമായ നിമിഷങ്ങളോടെ ഓർത്തെടുത്തു. വിജയകരമായ ചലച്ചിത്ര ജീവിതത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് നല്ല കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കാനും കുടുംബത്തോടൊപ്പം സമയം കണ്ടെത്താനും താൻ എത്രത്തോളം ശ്രദ്ധിച്ചിരുന്നുവെന്ന് ഐശ്വര്യ വ്യക്തമാക്കി. തന്റെ സിനിമാ യാത്രയിൽ നേരിട്ട വെല്ലുവിളികളും പഠിച്ച പാഠങ്ങളും അവർ പങ്കുവച്ചു. എന്നാൽ വേദിയിൽ ഏറ്റവും കയ്യടി നേടിയത് ഐശ്വര്യയുടെ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചുള്ള നിലപാടാണ്. ഓരോ സ്ത്രീയും അവളുടെ ജീവിതത്തിൽ ശക്തയായ നിലപാടുകളുള്ള കരുത്തയായ വ്യക്തിയായിരിക്കണമെന്ന് താരം അഭിപ്രായപ്പെട്ടു. Women by birth are strong. That says it all. All women are immensely strong. You're Shakti, you're Devi, you're the embodiment of strength, empowerment, beauty, femininity. Enjoy every aspect of being who you are, who we are, and we need to be, celebrated every second of our existence. മലയാളികൾ ഉൾപ്പെടെ നിരവധി ആരാധകരാണ് ഐശ്വര്യയെ കാണാനെത്തിയത്. പക്ഷെ ഇപ്രാവശ്യം വന്നു, കുറെ മൂവീസ് ഉണ്ട്, കുറെ സ്റ്റാർസ് വരുന്നുണ്ട്. ഇതപ്പൊ എസ്പെഷ്യലി ഐശ്വര്യ റായിനെ കണ്ടു. അതോടൊപ്പം ഒരു ചോദ്യം ചോദിക്കാൻ പറ്റി. ഐ എം മോർ ദാൻ ഗ്രേറ്റ്ഫുൾ. എന്താ പറയേണ്ടത് അറിയില്ല. സ്റ്റിൽ ഞാൻ ആ എക്സൈറ്റ്മെന്റ് ഒന്നും മാറിയിട്ടില്ല, ടു ബി ഓണസ്റ്റ്. പക്ഷെ ഐ എം ഫീലിംഗ് നം. ഐ എം വെരി അൽഹംദുലില്ലാ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പൊ സൗദി അറേബ്യ, ജിദ്ദ ഇങ്ങനെ ഒരു ഗവൺമെന്റ് ചെയ്തതിൽ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. ഉംറാവു ജാൻ, ഏർലി ഡേയ്സ് എന്നീ ഹിന്ദി സിനിമകളും മേളയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. സൗദി സിനിമാ ലോകത്തിന് പുതിയ ഊർജം പകർന്നുകൊണ്ട് റെഡ് സീ ഫിലിം ഫെസ്റ്റിവൽ ഡിസംബർ 13 വരെ തുടരും. ഇനിയുള്ള 10 ദിവസം ജിദ്ദ ലോകോത്തര സിനിമകളുടെയും ചലച്ചിത്ര പ്രവർത്തകരുടെയും സംഗമവേദിയായി മാറും. വിഷൻ 2030ന്റെ ഭാഗമായി കലക്കും സിനിമക്കും സൗദി എത്രമാത്രം പ്രാധാന്യം നൽകുന്നു എന്നത് വിളിച്ചോതുന്നതാണ് ഈ മഹോത്സവം. ജിദ്ദയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.